ഗൈസ്, ഇപ്പോൾ വലിയ പണിയൊന്നും എടുക്കാണ്ട് സിമ്പിളായിട്ട് കുറച്ച് പോക്കറ്റ് മണി ഏൺ ചെയ്താലോ? അങ്ങനെ ഒരു ആപ്ലിക്കേഷന് റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ലൈവായിട്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഏത് നട്ടപ്പാതിരിക്ക് വിഡ്രോ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പേടിഎം അവൈലബിൾ ആണ്, ഗൂഗിൾ പേ റെഡീം കോഡായിട്ട് കൺവേർട്ട് ചെയ്യാം, ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഏത് യൂസേഴ്സിന് വേണമെങ്കിലും വിഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മിനിമം വിഡ്രോ എന്നൊക്കെ പറഞ്ഞാൽ 10 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ ഏതായാലും റെഡീം കോഡായിട്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്തത്. സോ ഗീവ് അവേ പോലെ തന്നെ നമ്മൾ ആ റെഡീം കോഡ് ഞാൻ യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് തരുവാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാനത് ക്ലെയിം ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം ഞാൻ ആ കോഡും കാണിച്ചേക്കാം. വീഡിയോ കാണുന്ന ആദ്യത്തെ ആൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. വലിയ വിലയുടെയൊന്നും അല്ല, ജസ്റ്റ് ഒരു 10 രൂപയുടെ മാത്രമേ ഉള്ളൂ. വലിയ ഗീവ് അവേ ഒന്നും അല്ല. തുടക്കമായതുകൊണ്ട് അങ്ങനെ കയ്യിൽ ഒത്തിരി പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു 10 രൂപയുടെ ഒരു ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കാണുന്ന ആൾക്കാർക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് റിവാർഡ് എക്സ് എന്നാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10 ലക്ഷം പ്ലസ് ഡൗൺലോഡ്സും ഏകദേശം 4.3+ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് റിവാർഡ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് അവിടെ നിന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി വന്നോളും. വന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. അപ്പം നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് തന്നെ 499 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതായത് ഏകദേശം 5 രൂപയോളം കൊടുത്ത് അടുത്ത് തന്നെ നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ബോണസ് കിട്ടിയില്ലെങ്കിൽ അടിയിൽ ഒരു സ്ക്രാച്ച് കാർഡ് വന്ന് കിടപ്പുണ്ടായിരിക്കും. ആ സ്ക്രാച്ച് കാർഡ് ചുരണ്ടിയാൽ മതി, നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ആദ്യത്തെ ഓപ്ഷൻ വന്നേക്ക് നമ്മൾ ടാസ്ക് വാസ്ക് എന്ന് പറഞ്ഞൊരു ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു 5 ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. യെലോ, യോലോ, കില്ലാടി, എടാ, പോളിസി ബസാർ, നൈക്ക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയിൽ പറഞ്ഞായിരുന്നു ചെറിയൊരു അൺലിമിറ്റഡ് ട്രിക്ക് ഉണ്ടെന്ന്. നമുക്ക് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ യെലോയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ തവണ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. നോ പ്രോബ്ലം, നമുക്കത് കംപ്ലീറ്റ് ആക്കാം. ട്രിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റീസെൻ്റ് ആപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങളുടെ എയറോപ്ലെയിൻ മോഡും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക, ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി പോവുക കേട്ടോ. ആദ്യം കൊടുത്തേക്കുന്ന ഗൂഗിളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി പോവുക. അപ്പോൾ അവർ പറയും നെറ്റ് ഓൺ ആക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എയറോപ്ലെയിൻ മോഡ് ഓഫ് ആക്കിയിട്ട് നെറ്റ് ഓൺ ആക്കുക. അതിനുശേഷം ഓൾ സർവീസിലേക്ക് പോവുക. അവിടെ ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആഡ്സിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അവിടെ റീസെറ്റ് അഡ്വർടൈസിങ് ID എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പിടിച്ച് ജസ്റ്റ് ഒന്ന് 4 തവണ കൺഫേം ആക്കി വിടുക കേട്ടോ. അപ്പോൾ 4 തവണ അങ്ങനെ കൺഫേം ആക്കി കണ്ടിന്യൂസ് ആയിട്ട് കൺഫേം ആക്കിയതിന് ശേഷം റീസെൻ്റ് ആപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുക. എഗെയിൻ നമ്മൾ എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കുക. അതേപോലെ തന്നെ ക്രോമിൻ്റെ ജസ്റ്റ് ഒന്ന് ആപ്പിൻ്റെ ഫയൽ പോയിട്ട് ക്ലിയർ ഡേറ്റയും ക്ലിയർ ക്യാച്ചയും മസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ക്ലിയർ ക്യാച്ച ചെയ്തതിന് ശേഷം ക്ലിയർ ഡാറ്റ ചെയ്യുക. ഒരു തവണ ചെയ്തിട്ട് പോയില്ലെങ്കിൽ 2 തവണ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്ലേ സ്റ്റോറിനെയും ക്ലിയർ ക്യാച്ച് ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ ചെയ്യുക. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ സിമ്പിളായിട്ട് ട്രാക്ക് ആവും. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് ട്രാക്ക് ആവും. അതാണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം റിവാർഡ് എക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഞാൻ ആ ടാസ്ക് വാസ്ക് എടുക്കുകയാണ്. ഞാനിപ്പോൾ എലവലോ ഞാൻ കുറച്ച് മുമ്പാണ് ഞാൻ വേറൊരു ആപ്ലിക്കേഷന് വേണ്ടി കംപ്ലീറ്റ് ആക്കി നോക്കിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുകയാണ്. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതൊന്ന് ഇൻസ്റ്റാൾ ആവുന്നതോടെ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എമൗണ്ടും കാര്യങ്ങളും ക്രെഡിറ്റ് ആവും. ഇതാണ് ജസ്റ്റ് ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും തന്നെ അത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ബാക്ക് അടിക്കുമ്പോഴത്തേനും നമുക്ക് ആ പോയിന്റും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമുക്കവിടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല. ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല. ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ഒന്ന് ബാക്ക് അടിച്ച് ഈ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്കവിടെ കാണാൻ സാധിക്കും പോയിന്റും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ട്രിക്കും കാര്യങ്ങളൊക്കെ പക്കാ വർക്കിംഗ് ആണ്. അതിനുശേഷം വേണമെങ്കിൽ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക എടുത്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് ആ വേറൊരു ഈ സംഭവം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ, അതായത് വേറൊരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ സെയിം ട്രിക്ക് ഫോളോ ചെയ്താൽ മതി. അതായത് മറ്റേ ഗൂഗിളിൽ പോയ ആർട്സിൻ്റെയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുക, ക്ലിയർ ഡാറ്റ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഏതൊരു ആപ്ലിക്കേഷൻ്റെയും ട്രിക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കവിടെ ആഡ് ജമ്പിൻ്റെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് എന്താ പറയുക, നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് ആ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. യാതൊരു കുഴപ്പമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ എവിടെ വേണേലും യൂസ് ചെയ്യാം. പബ് സ്കെയിലിൽ ഒഴിച്ച് വേറെ എവിടെ വേണേലും നമുക്ക് ഇതിനകത്ത് സംഭവം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പബ് സ്കെയിൽ അത്ര എന്താ പറയുക
അത്ര ബെനിഫിറ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് അത്ര പേയ്മെൻറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ എല്ലാ തന്നെ ആപ്ലിക്കേഷനും പബ് സ്കെയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതാണ് മൂന്നാമതായിട്ട് കൊടുത്തേക്കുന്നത്, പബ് സ്കെയിലൊരു ഓഫർ വേർഡ്. ഞാനിപ്പോൾ ജസ്റ്റ് ഓർന്ന് കംപ്ലീറ്റ് ആക്കി നോക്കി, പക്ഷേ എനിക്കത് ഇപ്പോഴും ഓൺ ഗോയിങ്ങിലാണ് കിടക്കുന്നത്. എനിക്ക് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ക്രെഡിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പബ് സ്കെയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ കിട്ടാത്തതാണെങ്കിൽ കിട്ടില്ല എന്ന് തന്നെ പറയും, കിട്ടുന്നതാണെങ്കിൽ കിട്ടുമെന്ന് തന്നെ പറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കി നോക്കുക, ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ സംഭവം വിട്ടേക്കുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് പാടാണ് ഇതിനകത്ത് കിട്ടാൻ. ഓക്കെ, കാരണം അത് തന്നെ നോക്കേണ്ട ആവശ്യമില്ല. വേറെ ഇഷ്ടം പോലെ ഓഫർ വാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ A-Weighted ജസ്റ്റ് ഒരു ഓഫർ വാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സ്പിൻ ആൻഡ് വിന്നിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് വേറെ ആഡ്സും കാര്യങ്ങളും അങ്ങനെ സംഭവമൊന്നും വരുന്നില്ല. ഇൻ കേസ് ആഡ് വന്നാൽ തന്നെ ആഡ് കാണിക്കുന്ന സമയത്ത് റീസെൻ്റ് ആപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്പിൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആഡും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ, അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ ഒരു 5-6 തവണ ചെയ്ത് നോക്കി, എനിക്ക് ലിമിറ്റും കാര്യങ്ങളൊന്നും വന്നില്ല. ഇടയ്ക്ക് ഒറ്റ ആഡ് പോലും വന്നിട്ടില്ല, ഞാൻ കാണാൻ സാധിക്കും. ഞാൻ പോസ്റ്റ് പോലും ചെയ്യുന്നില്ല, ആർട്സും കാര്യങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. പിന്നെ ഞാൻ ഏകദേശം രാത്രി 1 മണിക്ക് ഇരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്താ, ഡേ ടൈമിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല, കുറച്ച് പഠിക്കാൻ, അതേപോലെ ക്ലിനിക്കൽ, അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട്. നമ്മൾ പഠിക്കുന്നതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആർട്സും കാര്യങ്ങളൊന്നും വരാത്തത്, ഞാൻ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ആർട്സ് വരുവാണെങ്കിൽ തന്നെ റീസെൻ്റ് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ കയറിയാൽ മതി കേട്ടോ. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഒരു വാച്ച് ആൻഡ് ആഡ്, അതായത് ജസ്റ്റ് ഒരു ആഡ് കണ്ടാൽ മതി, 10 കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഒരാൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പെർ ഇൻവൈറ്റ് നമുക്ക് അവിടെ എന്താ പറയുക, ബോണസും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ 500 കോയിൻസും കിട്ടുന്നുണ്ട്. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് അവർ ആദ്യത്തെ കോയിൻ അതിനകത്ത് ഏൺ ചെയ്യുമ്പോൾ നമുക്ക് 500 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അതായത് 5 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു 5 രൂപ കൂടാണ്ട് തന്നെ എന്താ പറയുക, ഒരു 10% കമ്മീഷനും കിട്ടുന്നതായിരിക്കും അവരുടെ ലൈഫ് ടൈം ഏണിങ്സിൻ്റെ. അവരൊരു 100 കോയിൻസ് ഏൺ ചെയ്താൽ നിങ്ങൾക്കൊരു 10 കോയിൻസ് കിട്ടും. അവരൊരു 1000 കോയിൻസ് ഏൺ ചെയ്താൽ നമുക്കൊരു 100 കോയിൻസ് കിട്ടും. അങ്ങനെ അപ്പോൾ റെഡീം ചെയ്യാനായിട്ട് റെഡീം ഓപ്ഷനിലേക്ക് പോവുക. നമുക്കവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് UPI, ഗൂഗിൾ പേ, റെഡീം കോഡ്, അതുപോലെ ആമസോണും കാര്യങ്ങളൊക്കെയാണ്. UPIയിലേക്ക് മിനിമം വിഡ്രോ വരുന്നത് വെറും 25 രൂപയാണ്. വെറും 2750 കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എങ്ങോട്ടാണോ കൊടുത്തത് അങ്ങോട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കാർഡായിട്ട്, അതായത് റെഡീം കോഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വെറും 1250 പോയിന്റ്സ് മതി. പിന്നെ ആമസോൺ പേ ആണ്, അതിനും ജസ്റ്റ് 1250 പോയിന്റ്സ് മതി. ഓക്കെ, ഞാനിപ്പോൾ ഏതായാലും ലൈവായിട്ട് വിഡ്രോ ചെയ്തും കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വിഡ്രോ ചെയ്യുന്ന ടൈം നോക്കുക, രാത്രി 2:40. ഓക്കെ, ഒട്ടുമിക്ക ഒരു ആപ്ലിക്കേഷൻ ഈ സമയത്തൊന്നും വിഡ്രോ അടിച്ചാൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല, പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഞാൻ റെഡീം ചെയ്ത് കാണിച്ചു തരാം. റെഡീമിൽ ക്ലിക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ മറ്റേ ട്രിക്ക് ഉപയോഗിച്ച് കുറേ ആപ്ലിക്കേഷൻ ഓഫർ കംപ്ലീറ്റ് ആക്കി, കോയിൻസും കാര്യങ്ങളൊക്കെ ആയി. ഞാനിപ്പോൾ 1250, അതായത് നമ്മുടെ ജിമെയിലും കാര്യങ്ങളൊക്കെ തെറ്റാണ്ട് കൊടുക്കുക. പക്ഷേ ജിമെയിൽ വലിയ കാര്യമില്ല, കാരണം ജിമെയിലിലേക്കല്ല വരുന്നത്. ഞാനിപ്പോൾ ഏതായാലും വിഡ്രോ അടിച്ചു, അതുകൊണ്ട് ഒരു ആഡ് വന്നു. ആഡ് വന്ന് ബാക്ക് അടിച്ച്, അതായത് റെഡീം ഓപ്ഷനിൽ നിന്ന് ബാക്ക് അടിച്ച് അവിടെ വിഡ്രോവൽ വരിക. വിഡ്രോവൽ വരുമ്പോൾ അവിടെ ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയുള്ളതാണ്. ആർക്കെങ്കിലും ഒരാൾക്ക്, ഓക്കെ, ആദ്യം കാണുന്ന ഒരാൾക്ക് ഇത് ക്ലെയിം ചെയ്താൽ പിന്നെ ആൾക്കാർക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ക്ലെയിം ചെയ്യുന്ന ആൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാനുള്ള ഒരു എന്താ, അങ്ങനെ ഒന്ന് കാണിക്കുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അതാണ് ഈ ബാക്കിയുള്ളവർ ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. അപ്പോൾ ആ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്നും ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ലൊരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുമെന്ന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാനിത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായ ആപ്ലിക്കേഷനാണ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലൊരു ആപ്ലിക്കേഷൻ റിവ്യൂ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.